ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തുണ്ട്, എല്ലാവരും സുഖമായിട്ടിരുന്നു വിചാരിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്? അടിപൊളിയല്ലേ? ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുള്ളൊരു ദിവസമാണ്. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പൊങ്കാലയുണ്ട്. അപ്പം ഞാൻ പക്ഷേ രാവിലെ എണീക്കാൻ, ഞാൻ യൂഷ്വലി രാവിലെ ഇങ്ങനെ എണീക്കാറൊന്നുമില്ല. അപ്പോൾ എനിക്ക് തുണിയൊക്കെ ഒന്ന് വിരിക്കണമായിരുന്നു. നൈസായിട്ട് വന്ന് അതൊക്കെ ചെയ്തപ്പോൾ നല്ല രസമുണ്ട്. നമ്മുടെ സ്കൈയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അടിപൊളിയായിട്ട് കിടക്കണം കേട്ടോ. ബാക്കിൽ ഇങ്ങനെ ആണെങ്കിലും ഫ്രണ്ടിൽ നല്ല ഗോൾഡൻ യെല്ലോയിൽ കിടക്കണം. ഇപ്പോൾ സമയം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. യൂഷ്വൽ തൂത്ത് തുടച്ച് തുണിയൊക്കെ കഴുകി പൊങ്കാലയ്ക്ക് നമ്മൾ പോകുമ്പോൾ വീടൊക്കെ ഒന്ന് നീറ്റാക്കില്ലേ, ആ പണിയെല്ലാം കഴിഞ്ഞു. അപ്പം എന്നിട്ട് ഞാൻ തുണി വിരിക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ പോയി ജസ്റ്റ് ഒരു ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞാവർ തുണി കഴുകണം. യെസ്, അത് ചെയ്യാറുണ്ട്. അപ്പം അവൻ്റെ ഡ്രസ്സ് കഴുകുന്ന സമയം ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം അങ്ങ് നടക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഒരു ചെറിയൊരു ഫേസ് പാക്കും കൂടെ അപ്ലൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞിട്ട് നേരെ പോയി കുളിച്ച് നേരെ അമ്പലത്തിലോട്ട് പോകണം. 10:15 പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് മുന്നേ നമുക്കിവിടെ നിന്ന് ഇറങ്ങണം. ഒരു 9:15 ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം. അപ്പം ഫസ്റ്റ് പോയി ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത്, ഇത് വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ നേരത്തെ എങ്ങാണ്ട് പൊടിച്ച് വെച്ചിട്ടുള്ള 2 പൗഡേഴ്സാണ്. നമ്മുടെ മഞ്ഞളുടെയും സാൻഡിലും ഓറഞ്ചിൻ്റെ പീലില്ലേ, ഓറഞ്ചിൻ്റെ പീല് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കണം. അപ്പം അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, എടുത്തൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് 3 കൂടെ ഞാൻ പൊടിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി ഒരു ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചെടുത്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യും. നോർമൽ വെള്ളത്തിൽ അപ്ലൈ ചെയ്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യും ഫേസിൽ. നല്ല സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. കൂടെ ടാനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് എന്തായാലും പൊങ്കാലയ്ക്ക് പോലും എന്തായാലും ടാനാവും. അപ്പം മുൻകൂട്ടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്കിന്നൊക്കെ പ്രപ്പ് ചെയ്ത് പോകാൻ വിചാരിച്ചു. അപ്പം നമുക്ക് ഫസ്റ്റ് അത് തന്നെ ചെയ്യാം. കമോൺ. ഞാനിപ്പോൾ ഇടാൻ പോകുന്ന ഫേസ് മാസ്കും ടേമറിക്കിൻ്റെ ആണ്. എനിക്ക് ഫേസിൽ കണ്ടോ നല്ലപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മാറ്റാനുള്ള ഫേസ് വാഷും അതുപോലെ തന്നെ മാസ്കൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാൻ കേട്ടോ. ഇപ്പം ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മമാത്തിൻ്റെ ഉപ്റ്റൻ നാച്ചുറൽ ഗ്ലോ ഫേസ് വാഷാണ് വിത്ത് ടേമറിക് ആൻഡ് സാഫ്രൻ. ഇത് നമുക്ക് ടാനൊക്കെ മാറ്റാനും അതുപോലെ തന്നെ ടേമറിക് ഡാർക്ക് സ്പോട്ട്സ് മാറ്റി നാച്ചുറൽ ഗ്ലോ തരാനും സാഫ്രൻ നമ്മുടെ സ്കിൻ ക്ലിയർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ജെൻറ്റിലായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യാനും ഈ ഒരു ഫേസ് വാഷ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ നല്ല രീതിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് മാറ്റാനൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്ലോയും നല്ല പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം പിമ്പിൾസൊക്കെ എനിക്ക് വന്നത് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അതും കൂടെ ഒരു വലിയൊരു റീസണാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ബ്രേക്ക് ഔട്ട്സ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ മുന്നിലുള്ള കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓറഞ്ചിൻ്റെ പീലും മഞ്ഞളും പിന്നെ സാൻഡിലിൻ്റെ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വെള്ളത്തിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്ക് നല്ല പിമ്പിൾസും ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. ഈ പാല് ഹണി അതൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ എപ്പോൾ ഈ പിമ്പിൾസ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വന്നാലും ഞാൻ അപ്പോൾ തന്നെ ഈ സാധനം ഉണ്ടാക്കി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാറാണ് പതിവ്. കുറച്ച് വെള്ളത്തിലാക്കി ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യും. അതുപോലെ നെക്കിലും അപ്ലൈ ചെയ്യണം. പക്ഷേ ഞാനിത് നെക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ആൾക്കാർ ട്രൈ ചെയ്യാൻ കേട്ടോ, നല്ലതാണ്. ഡാർക്ക് സ്പോട്ട്സ് മാത്രമല്ല, നമ്മുടെ ഫേസിൽ ടാനൊക്കെ ഉണ്ടെങ്കിലും അത് മാറ്റാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നല്ലൊരു ഫേസ് വാഷ് നല്ലൊരു സ്കിൻ കെയർ ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറും. എനിക്കിത് ഇപ്പം സുപരിചിതമാണ്. കാരണം ഡാർക്ക് സ്പോട്ട്സ് വരുന്നോ മാറ്റുന്നു, പിമ്പിൾസ് വരുന്നോ മാറ്റുന്നു. ഇതെനിക്ക് കുഞ്ഞിലെ തൊട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ യൂസ്ഡ് ആണ്. ഇത് എങ്ങനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുളിച്ച് ഇറങ്ങാൻ പോവാണ്. എനിക്കൊട്ടും സമയമില്ല. ഇനി എനിക്ക് കുഞ്ഞവരുടെ ഡ്രസ്സൊക്കെ അലക്കണം, അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പോൾ ഞാൻ പോയി അതൊക്കെ ചെയ്യട്ടെ. അതിനുശേഷം ഞാൻ റെഡി ആയിട്ടൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇങ്ങനെ പൊങ്കാലൊക്കെ വരുമ്പോഴേ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വീട്ടിൽ പണി ഉണ്ടാവും. ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്തിട്ടൊക്കെ പുറത്തിറങ്ങാൻ പറ്റും. അപ്പം ശരി, ടാറ്റ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് ഞാൻ പൊങ്കാലയ്ക്ക് ഇടാൻ പോകുന്ന ഡ്രസ്സ്. അപ്പം ഇനി കുറച്ചെടുത്ത് എൻ്റെ ഫേസിൽ ഈ ഒരു മഞ്ഞ മയമൊക്കെ കാണും. കാരണം ഞാൻ ഒഫീഷ്യലി ആ ഒരു ടർമറിക്കിൻ്റെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടതുകൊണ്ട് നിങ്ങൾ ആരും ചോദിക്കരുത് ഇത്രയും ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ടും ഈ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് ചേച്ചിയുടെ മുഖത്തൊക്കെ നല്ല പാടുണ്ടല്ലോ. ജന്മന ഉള്ളതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യെസ്, അത് അവിടെ ഇരിക്കട്ടെ. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണം. അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് എനിക്ക് മെയിനായിട്ട് പറയുള്ളത്, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ മമാത്തിൻ്റെ ഏത് പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടും അതിൽ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഫീഡ്ബാക്ക്സ് അവർ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചേഞ്ചസ് അവർ ചേഞ്ചസ് വരുത്തി നമ്മുടെ വാക്കിൽ അവർ വാല്യൂ ചെയ്ത് കൺസിഡർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു ഓണിയൻ റേഞ്ച് ഉണ്ട്. അതായത് ബെസ്റ്റ് സെല്ലിങ്, അവരുടെ ടോപ്പ് സെല്ലിങ്ങിലൊക്കെ നിൽക്കുന്ന ഒരു ഓണിയൻ റേഞ്ചിൻ്റെ ഷാമ്പൂ ഉണ്ട്. അതിൽ അവർ ഇതുപോലെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് കാര്യം അല്ലേ, ഈച്ച. അപ്പം അതുകൂടി ഞാൻ ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ മമാത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള mamaearth.in, ആമസോൺ, നൈക്ക, പർപ്പിൾ, ഫ്ലിപ്കാർട്ട്, പിന്നെ നിങ്ങളുടെ നിയർ ബൈ സ്റ്റോഴ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിനടുത്ത് ഏത് കടയിലാണോ ഉള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ചില സമയം കടയിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, അയ്യോ ഇതായിരിക്കണം
മാമർത്തിൻ്റെ പ്രോഡക്റ്റ് ഞാൻ വീഡിയോ ചെയ്യുന്ന സാധനം ഇതായിരിക്കുന്നതൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്ത് ഏത് ഷോപ്പിലാണ് ഉള്ളതെന്നുള്ളത് കമൻറ്റിൽ പറയണം കേട്ടോ. പ്ലേസ് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 20% ഡിസ്കൗണ്ട് കോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂസ് മൈ കോഡ് lavish2025@mamaearth.in. അപ്പം യെസ്, അതുപോലെ ഞാൻ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പോകാൻ സമയം മാത്രമല്ലെങ്കിൽ ആദ്യത്തെ ഫുഡ് കൊടുക്കണം. അപ്പം അത്രയേ ഉള്ളൂ. മറ്റേ വീഡിയോ ടാറ്റ.